കഴിഞ്ഞ ദിവസം വളരെ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചു. സഹോദരങ്ങളെ ആക്രമിച്ചതിനാണ് പെസഷ്കിയൻ മാപ്പ് ചോദിച്ചത്. ഇതോടെ യുദ്ധത്തിന് അല്പം ശമനമുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഈ ആശ്വാസം അല്പനേരത്തേക്ക് മാത്രമായിരുന്നു. ഇറാൻ അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്നത്. ഇറാനിൽ തന്നെ യുദ്ധം വേണോ വേണ്ടേ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ആശങ്കയുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ്. മനാമയിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 21 US സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ മാധ്യമമായ തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ റഡാർ സംവിധാനങ്ങൾ, കെട്ടിടങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ തകർന്നതായി ഇറാൻ അറിയിച്ചു. എന്നാൽ ഇറാന്റെ അവകാശവാദം US നിഷേധിച്ചിട്ടുണ്ട്. സൈനികർ കൊല്ലപ്പെട്ടിട്ടില്ലെന്നാണ് US പറയുന്നത്. സൈനികരെല്ലാം ബങ്കറുകളിലാണെന്നും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് USന്റെ ഔദ്യോഗിക വിശദീകരണം. അബുദാബിയിലെ US വ്യോമത്താവളത്തിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും തുടർച്ചയായി ഇറാൻ ആക്രമണം നടത്തുകയാണ്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചു. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ബാഗ്ദാദിലെ US എംബസിക്ക് നേരെയും ആക്രമണമുണ്ടായി. ബാഗ്ദാദിലുടനീളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈനിൽ വിവിധയിടങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. US ബേസ് ഇറാൻ ആക്രമിച്ചു. മനാമയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. അതിനിടെ ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് US പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടു. കീഴടങ്ങിയില്ലെങ്കിൽ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ആശങ്കയുയർത്തുന്ന ചില സുപ്രധാന വിവരങ്ങൾ ഇറാനിൽ നിന്ന് വരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നതായാണ് പുറത്തുവരുന്ന സൂചന. രാജ്യത്തെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഭരണകൂടത്തിൽ ഭിന്നതകളില്ലെന്നാണ് അലി ലാരിജാനി അവകാശപ്പെട്ടത്. അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിന് ട്രംപ് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ലാരിജാനിയുടെ താക്കീത്. അതിനിടെ ഖമേനിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനായി ഇറാനിലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉടൻ യോഗം ചേരുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ US ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ദിവസവും തുടർന്നു. ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം നടത്തി. ഇറാന്റെ മിസൈലുകൾ പതിച്ച് ഇസ്രായേലിലെ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൽ ആക്രമണങ്ങളിൽ ഇതുവരെ 1332 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൽ 11 പേർ മരിച്ചു. കിഴക്കൻ ലെബനനിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങളിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്.